അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 18-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ഖറഅനാഹു, അങ്ങനെ അത് നാം ഓതി തന്നാൽ, ഫത്തബിഅ, താങ്കൾ പിന്തുടരുക, ഖുർആന, അതിൻ്റെ പാരായണത്തെ. അങ്ങനെ നാം അത് ഓതി തന്നാൽ താങ്കൾ അതിൻ്റെ പാരായണത്തെ പിന്തുടരുക. ഖുർആൻ വേഗം അവതരിക്കണം, അവതരിച്ചതെല്ലാം അതിവേഗത്തിൽ പഠിക്കണം. അത്തരം കാര്യങ്ങളിൽ ഒന്നുമല്ല താങ്കൾ ശ്രദ്ധിക്കേണ്ടത്. അതെല്ലാം അള്ളാഹു ചെയ്യും. അവതരിപ്പിക്കേണ്ട സമയത്ത് അവതരിപ്പിക്കേണ്ട അത്ര ആയത്തുകൾ അവതരിപ്പിക്കേണ്ട രൂപത്തിൽ പടച്ചവൻ അവതരിപ്പിക്കും. താങ്കൾ ഹൃദിസ്ഥമാക്കാൻ അസ്വസ്ഥപ്പെടേണ്ടതില്ല. താങ്കൾക്ക് അള്ളാഹു അത് മനസ്സിൽ ഒരിക്കലും മറക്കാത്ത വിധം അത് ഉറപ്പിക്കുകയും ചെയ്യും. താങ്കൾ ശ്രദ്ധിക്കേണ്ടത് ഫത്തബിഅ ഖുർആന, ആ പാരായണത്തെ പൂർണ്ണമായും പിൻപറ്റുക, പിന്തുടരുക എന്നാണ്. എന്താണോ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ആ പറയുന്നതിനെ ജീവിതത്തിൽ അനുവർത്തിക്കുകയും കൊണ്ടുവരികയും അത് കൊണ്ടുവരുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താനും ഉണ്ടാക്കിയെടുക്കാനും താങ്കൾ അധ്വാനിക്കുകയും ചെയ്യുക എന്നതാണ് താങ്കളുടെ കർത്തവ്യം. ശ്രദ്ധ പുലർത്തേണ്ടതും അതിലാണ്. നന്നായി പാരായണം ചെയ്യുക, അതിനെ നന്നായി ഉൾക്കൊള്ളുക, അതിനെ നന്നായി പ്രബോധനം ചെയ്യുക, അതനുസരിച്ച് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പണിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നിച്ചെന്തേ ഖുർആൻ ഇറക്കിത്തരാത്ത് എന്ന് ചോദിക്കുന്ന ആളുകളെ പരിഗണിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഖുർആന്റെ വിഷയത്തിൽ ഒരുതരം അസ്വസ്ഥതയും താങ്കൾക്കുണ്ടാവേണ്ടതില്ല. വേണ്ടതുപോലെ വേണ്ട സമയത്ത് അള്ളാഹു ഇറക്കി തരികയും എല്ലാം താങ്കളുടെ മനസ്സിൽ അള്ളാഹു തന്നെ ഉറപ്പിച്ചു തരികയും ചെയ്യും. അതിനാൽ ഇത്തിബാഉൽ ഖുർആൻ, ഖുർആനെ പിൻപറ്റുക, ഈ വായനയെ പിൻപറ്റുക എന്നതാണ് താങ്കൾ നിർവഹിക്കേണ്ടത്. ഇത് വിശ്വാസികൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഖുർആനെ ഏതളവിൽ ജീവിതത്തിൽ പിൻപറ്റുന്നുവോ ആ അളവിലാണ് സ്വസ്ഥതയും സമാധാനവും സമൂഹത്തിൽ ഉണ്ടാവുക. ഇന്ന് ഈ സമുദായത്തിന് പറ്റിയ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് നല്ലൊരു ഗ്രന്ഥം കയ്യിലുണ്ടായിട്ടും അതിനെ പിന്തുടരുന്നവരായി ഈ സമുദായം മാറിയില്ല എന്നാണ്. വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ടായിട്ടും അത് പാരായണത്തിൽ ഒതുക്കുന്ന കുറെ ആളുകൾ, അത് ഒട്ടും ശ്രദ്ധിക്കാത്ത കുറെ ആളുകൾ, അതിനെ അവഗണിച്ച് കളഞ്ഞ വേറെ കുറെ ആളുകൾ. പാരായണം വേണം, പരിഗണിക്കണം, അതോടൊപ്പം അത് ഇത്തിബാ, അതിനെ പിൻപറ്റാൻ. എന്താണോ അതിലെ വായനകൾ, അതിലെ പാരായണങ്ങൾ, അതിൽ അള്ളാഹു പറയുന്നത്, അതിനെ പിൻപറ്റാനും ജീവിതത്തെ അതനുസരിച്ച് കൊണ്ടുവരാനും കഴിയണം എല്ലാ രംഗത്തും. എന്താണ് ഖുർആൻ പറയുന്ന കുടുംബജീവിതം, അങ്ങനെയാകണം ഓരോ വീടിന്റെ അകങ്ങളും. എന്താണ് ഖുർആൻ പറയുന്ന സാമ്പത്തിക ജീവിതം, അതുപോലെയാകണം ഓരോരുത്തരുടെയും സമ്പാദ്യങ്ങളും ചെലവഴിക്കലുകളും. എങ്ങനെയാണ് ഖുർആൻ പറഞ്ഞ തൊഴിൽ ജീവിതം, അതുപോലെയാകണം തൊഴിൽ ജീവിതം. അങ്ങനെ അങ്ങ് തുടങ്ങി എല്ലാ രംഗത്തും ഖുർആന്റെ കൃത്യമായ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്ന വിധമുള്ള ജീവിതം ഏറെ ശ്രമകരമായാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ ഇഹവും പരവും രക്ഷപ്പെടും. فإذا قرأناه فاتبع قرآنه فإذا قرأناه فاتبع قرآنه. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.